ഹായ് ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി പേസി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ 2-3 ദിവസമായിട്ട് കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു വീഡിയോയുടെ പ്രിപ്പറേഷൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും ലേറ്റ് ആയിട്ടുള്ളത്. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ LGS അതിൽ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഇംഗ്ലീഷ് മലയാള ചോദ്യങ്ങളുടെ ഒരു നിര തന്നെയാണ്. നമ്മുടെ ഓഗസ്റ്റ് മാസം 2024 ഓഗസ്റ്റ് മാസം PSC പരീക്ഷ നടത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട എക്സാമുകളുടെ ഫൈനൽ കീ പ്രകാരമുള്ള ആൻസേഴ്സാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത് പോകുന്നത്. ഇംഗ്ലീഷും മലയാളവും നമ്മൾ നോക്കി പോകുന്നുണ്ട്. 20 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് വരുന്ന പരീക്ഷകൾക്കുള്ളത്. അപ്പോൾ അത്രയ്ക്കും ഇമ്പോർട്ടൻസ് നിങ്ങൾ കൊടുക്കണം. അല്പം കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീഡിയോസാണ്. ക്വസ്റ്റ്യൻസൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്ത് എടുക്കണം. അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് കുറച്ച് തിരക്കുകളായിരുന്നു. അപ്പോൾ വീഡിയോസ് നിങ്ങൾ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ ഒന്ന് കൂട്ടുകാരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വളരെയധികം ഉപകാരമായിരിക്കും. കാരണം വ്യൂസും ലൈക്കും കമൻറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ഇനി ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടാൻ ശ്രമിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതനുസരിച്ച് വേണം നിങ്ങളും കാണേണ്ടത്. വീഡിയോ അല്പം ലെങ്ത് കൂടുതലായിരിക്കും. ഒരു 30-40 മിനിറ്റോളം വീഡിയോ വരാൻ സാധ്യതയുണ്ട്. അത്രത്തോളം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നുണ്ട്. മാക്സിമം 1-2 ദിവസം ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ 1-2 പ്രാവശ്യമായിട്ട് കണ്ടു തീർക്കാൻ ശ്രമിക്കുക. ഓക്കെ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ വേറെ റാങ്ക് ഫയലോ യൂട്യൂബ് ചാനലുകളോ ഒന്ന് റെഫർ ചെയ്ത് കൂടി നോക്കുക. ഓക്കെ. പറയുന്നത് മനസ്സിലായില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതിൽ എത്രയായാലും ഒരു ലിമിറ്റ് കാണും. ഓക്കെ. കാരണം നമ്മുടെ ഇംഗ്ലീഷിൽ മാസ്റ്റർ ഡിഗ്രി ഒന്നും എടുത്തതെന്നല്ല, എല്ലാം ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ പുറത്ത് പോകണതാണ്. അപ്പോൾ അതനുസരിച്ച് ഈ ഒരു ക്ലാസ് കണ്ടാൽ മതി. എന്തായാലും ക്വസ്റ്റ്യൻസ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. PSC ഈ ഓഗസ്റ്റ് മാസം ഇപ്പോൾ PSC കേട്ടോണ്ടിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു സീരീസ് തന്നെയാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമുക്കിപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റാണ് നമ്മളിവിടെ ഇത് എക്സാം ആയിട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു ഈ ക്വസ്റ്റ്യൻ പേപ്പർ. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കുക. 61 I saw 10 dash flower vase in the shop. ഇതിനൊരു ഓർഡറുണ്ട്. ഇതിൻ്റെ അഡ്ജക്റ്റീവ്സ് എഴുതുന്ന ഒരു ഓർഡറുണ്ട്. ഏതാണ് ഇതിൻ്റെ ഉത്തരം? 61 ഓപ്ഷൻ A ആണ്. ഓക്കെ. ഓപ്ഷൻ A ആണ്. ഇതിനൊരു ഓർഡറുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കണം. ഇത് ജസ്റ്റ് ഒന്ന് ബുക്കിൽ എന്ന് എഴുതി വയ്ക്കാം കേട്ടോ. ഇതിന് കോഡുണ്ട്. ദോശ. ഓക്കെ. ഒരു കോഡുണ്ട്. ദോശ സ്കോംബ് എന്നൊന്ന് ഓർത്ത് വയ്ക്കണം. SCOMP. ഓക്കെ. ദോശ സ്കോംബ്. ഓക്കെ. ഈ D4 എന്താണ്? ഡിറ്റർമിനർ ആണ്. ഓക്കെ. ഡിറ്റർമിനർ. O4 എന്താണ്? നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തെ കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒപ്പീനിയൻ ആണ്. ഓക്കെ. O4 ഒപ്പീനിയൻ ആണ്. S4 എന്താണ്? അതിൻ്റെ സൈസാണ്. ഓക്കെ. അതിൻ്റെ സൈസാണ്. ഓക്കെ. ദോശ. D4 ഡിറ്റർമിനർ. O4 ഒപ്പീനിയൻ, നമ്മൾ അതിനെക്കുറിച്ച് പറയുന്ന ഒപ്പീനിയൻ. S4 സൈസ്. A4 എന്താണ്? A4 എന്താണ്? A4 ഏജ്. അത് എത്ര ഏജ് എന്നാണ്. ഓക്കെ. ഏജ്. S4 അടുത്ത S4 എന്താണ്? ഷേപ്പ്. അതിൻ്റെ ഷേപ്പ് എങ്ങനെയെന്നാണ്. ഈ ഓർഡറിൽ എഴുതാവൂ അഡ്ജക്റ്റീവ്സ്. അടുത്ത് സ്കോംബ്. C4 എന്താണ്? അതിൻ്റെ കളർ ഏതെന്നാണ്. ഓക്കെ. അതിൻ്റെ കളർ. O4 ഏതാണ്? അതിൻ്റെ ഒറിജിൻ ഏതെന്നാണ്. അതിൻ്റെ ജന്മദേശം എവിടെ നിന്ന് പറയുന്നതാണ് അടുത്ത എഴുതാനുള്ളത്. അതിനുശേഷം അതിൻ്റെ മെറ്റീരിയൽ. M4 മെറ്റീരിയൽ. ഏറ്റവും അവസാനം നമ്മൾ എഴുതേണ്ടത് അതിൻ്റെ പർപ്പസ് ആണ്. ഓക്കെ. പർപ്പസ്. അപ്പോൾ ദോശ സ്കോംബ് എന്ന് ഓർത്ത് വയ്ക്കാം. ഡിറ്റർമിനർ, ഒപ്പീനിയൻ, സൈസ്, ഏജ്. ഓക്കെ. ദോശ സ്കോംബ് എന്താണ്? ഷേപ്പ്, കളറ്, ഒറിജിൻ, മെറ്റീരിയൽ, പർപ്പസ്. ഓക്കെ. ഈ വെച്ചൊന്ന് നിങ്ങൾ നോക്കി നോക്ക്. ഈ ക്വസ്റ്റ്യൻ നമ്മളിപ്പം പറഞ്ഞ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ ജസ്റ്റ് ഇത് വെച്ച് നോക്കി നോക്ക്. ദോശ സ്കോംബ്. ഓക്കെ. ഈ ഓർഡർ നോക്കി നോക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താണ്? ഡിറ്റർമിനർ, ഒപ്പീനിയൻ, സൈസ്, ഏജ്. ഓക്കെ. അപ്പം നമ്മളിവിടെ എന്താണ്? ഡിറ്റർമിനർ, സൈസ്. ഓക്കെ. ഇതൊന്നും അല്ല. നമ്മൾ നോക്കാം. സൈസ് നോക്ക്. സ്മോൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സ്മോൾ. ഓക്കെ. സൈസ് ഇവിടെ സ്മോൾ. അപ്പോൾ സ്മോൾ തുടങ്ങണതാണ് ആദ്യം വരേണ്ടത്. അപ്പോൾ നമുക്ക് ബിയും ഡിയും ക്യാൻസലാക്കാം. സൈസ് സ്മോൾ. സൈസ് എന്ന് പറഞ്ഞാൽ എന്താ? ബിഗ് ആണോ സ്മോൾ ആണോ അങ്ങനെ പറയാം. അധികം തന്നെ. അടുത്ത എന്താ? ദോശ. A4 ഏജ്. ഓക്കെ. ഏജ് എന്ന് പറഞ്ഞാൽ പഴക്കം. എന്താണ്? ആൻറ്റിക്യൂ. ഓക്കെ. പഴയ കാലത്തുള്ള. അപ്പം അത് ഓപ്ഷൻ A നമുക്ക് എടുക്കാം. അടുത്ത് നോക്കണം. S4 എന്താണ്? ഷേപ്പ് എന്താണ്? ഇവിടെ ഷേപ്പിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത് വിടാം. C4 എന്താണ്? കളറിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല. അടുത്ത് O4 എന്താണ്? ഒറിജിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവിടെയാണ് ചൈനീസ്. ഓക്കെ. ചൈനീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. M4 എന്താണ്? മെറ്റീരിയൽ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അടുത്ത് P4 എന്താണ്? പർപ്പസ്. എന്താണ്? ഫ്ലവർ വേസ്. അപ്പം ഓപ്ഷൻ A ആണ്. ഇതിന് ഇങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടത്. PC ഇടയ്ക്കിടയ്ക്ക് കേൾക്കണതാണ്. അതുകൊണ്ട് ജസ്റ്റ് നോക്കി വയ്ക്കുക കേട്ടോ. ഈ വേർഡ് ഒന്ന് പഠിച്ചു വെച്ചാൽ ദോശ സ്കോംബ്. ബാക്കി ഓപ്ഷൻ E നോക്കി എഴുതാമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
അടുത്ത ചോദ്യമാണ് ലുക്സ് ലൈക്ക് ഇറ്റ് ഡേഷ് റെയിൻ. ഇറ്റ് മൈറ്റ് റെയിൻ. ഓക്കെ, ഇറ്റ് മൈറ്റ് റെയിൻ. അടുത്ത ചോദ്യം ഈസ് കൊച്ചി ഡേഷ് ദാൻ ട്രിവാൻഡ്രം. ഏതാ കൊച്ചി ഈസ് ദേന് വന്നുകൊണ്ട് എന്താണ് കമ്പാരിറ്റീവ് ഡിഗ്രിയാണ്, മോർ ബിസിയർ. ഓപ്ഷൻ സി ആണ്. ഓക്കെ, മോർ ബിസി ദാൻ ട്രിവാൻഡ്രം. ഓക്കെ, മോർ ബിസിയർ എന്ന് ഉപയോഗിക്കില്ല, മോർ ബിസി. ഓക്കെ, ഈസ് കൊച്ചി മോർ ബിസി ദാൻ ട്രിവാൻഡ്രം. 63 ഓപ്ഷൻ സി ആണ്. 64 ഷി എൻജോയ്സ് സ്വിമ്മിങ് ആൻഡ് എന്താണ് ഷി എൻജോയ്സ് സ്വിമ്മിങ് ആൻഡ് റണ്ണിങ്. ആ ഒരു ഫ്ലോ നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ തന്നെ ഷീ ഈസ് എൻജോയിങ് സ്വിമ്മിങ് ആൻഡ് റണ്ണിങ്. അടുത്ത ചോദ്യം ഹാഡ് ഐ നോൺ ഐ ഡാഷ് ഇറ്റ് ഡിഫറെൻ്റ്ലി. ഹേഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് വുഡ് ഹാവ് പ്ലസ് V3. ഹേഡ് പ്ലസ് V3 നോൺ വന്ന് ഇവിടെ വന്നിട്ടുണ്ട്, അപ്പോൾ വുഡ് ഹാവ് പ്ലസ് V3 സി. അടുത്ത ചോദ്യം സോ ഷീ ഈസ് 66 ചോദ്യം ഷീ ഈസ് സോ റിച്ച് ഷീ സ്റ്റേഡ് ഇൻ എ ഡാഷ് ഓഫ് റൂം ഇൻ ദി ഹോട്ടൽ. റൂമുകളുടെ കൂട്ടത്തിന് നമ്മൾ എന്തെന്ന് പറയണത് ഓപ്ഷൻ എ ആണ്, സ്യൂട്ടാണ്, SUITE. അടുത്ത് ഇഡിയം ബ്രേക്ക് എ ലെഗ്. മീനിങ് എന്തെന്നാണ് ബ്രേക്ക് എ ലെഗ്? വിഷിങ് എ ഗുഡ് ലെഗ്. ഓപ്ഷൻ ബി വിഷിങ് എ ഗുഡ് ലെഗ്. വാട്ട് ഈസ് ദ വൺ വേർഡ് ഫോർ ദാറ്റ് ക്യാൻ ബി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഫോർ സമൺ ഹു ഹേറ്റ്സ് മാരേജ്. കല്യാണം വെറുക്കുന്നവൻ. ഏതാണ്? ഓപ്ഷൻ ടി മിസോഗമിസ്റ്റ് ആണ്. മിസ് ആന്ത്രോപിസ്റ്റ് എന്താണ്? വൺ ഹു ഹേറ്റ്സ് മാൻകൈൻഡ്. ഓക്കെ, മാൻകൈൻഡിനെ വെറുക്കുന്നവൻ മിസ് ആന്ത്രോപോസ്റ്റ്. മിസ് ഓഗിമിസ്റ്റ് എന്താണ്? ലേഡീസിനെ വെറുക്കുന്നവൻ. മിസോളജിസ്റ്റ് എന്താണ്? യുക്തിവാദത്തോട് അല്ലെങ്കിൽ നമ്മുടെ അറിവിനോടുള്ള വിരോധത്തിനെയാണ് നമ്മൾ മിസോളജിസ്റ്റ് എന്ന് പറയുന്നത്. അടുത്ത ചോദ്യമാണ് ഷീസ് ബിസി ദിസ് വീക്കെൻഡ് ഡാഷ് ഹെർ ആർ കമ്മിങ് ഫോർ വിസിറ്റ്. ഏതാണ്? 69. ഏതാണ്? ഓപ്ഷൻ എ ആണ്, സിസ്റ്റേഴ്സ് ഇൻ ലോ ആണ്. ഓപ്ഷൻ എ സിസ്റ്റേഴ്സ് ഇൻ ലോ ആണ്. ദ സൂപ്പർ സ്റ്റാർസ് വിസിറ്റ് വാസ് എ ഡാഷ് മൊമെൻറ്റ് ഫോർ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. വാസ് എ ഹിസ്റ്റോറിക്. ഓക്കെ, ഹിസ്റ്റോറിക് മൊമെൻറ്റ് ഫോർ ദി ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇനി ഇതിൻ്റെ എല്ലാം മലയാള ചോദ്യങ്ങൾ നോക്കാം. ശരിയായ പദം ഏതാണ്? കവയിത്രി. ഓക്കെ, കവയിത്രിയാണ് ശരിയായ പദം. യാദൃച്ഛികത്തിന് ഏതാണ്? ഈച്ചിയാണ്. ഓക്കെ, യാദൃച്ഛികം ഇതാണ്. അതുപോലെ തന്നെ അതിഥി നേരെ തിരിച്ചാണ്. ഓക്കെ, അതിഥി. അടുത്ത ചോദ്യം ശരിയായ വാക്യം ഏതെന്നാണ്? ABCD നോക്കണം. ശരിയായ വാക്യം ഏതാണ്? ഇതാണ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അതിഥികളെ ഹാർദവമായി സ്വാഗതം ചെയ്തു. 73ാമത്തെ ചോദ്യം നിഷ പ്രിഫേഴ്സ് കോഫി ടു ടീ. നിഷ ചായയേക്കാൾ കോഫിയാണ് ഇഷ്ടം. ഓപ്ഷൻ സി ആണ്. ഓക്കെ, 73 ഓപ്ഷൻ സി ആണ്. 74 ഒറ്റപ്പദം എഴുതുക. പൊക്കമുള്ളവൻ പ്രാംശു. ഓക്കെ, ഓപ്ഷൻ ബി പ്രാംശു ആണ്. 75 താഴെ പറയുന്നവൽ അഗ്നിയുടെ പര്യായം അല്ലാത്തത് എന്നാണ്? അനലൻ അഗ്നിയാണ്. വൈശ്വാനരൻ അഗ്നിയാണ്. ശിഖി അഗ്നിയാണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ് പര്യായപദം അല്ലാത്തത്. 76 തന്നിരിക്കുന്ന പദത്തിൻ്റെ ഓപ്പോസിറ്റ് തിക്തം. നമുക്കറിയാം തിക്താനുഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓപ്പോസിറ്റ് മധുരാനുഭവം. ഓപ്ഷൻ ഡി ആണ്. ഉപ്പും ചോറും തിന്നുക എന്ന ശൈലിയുടെ അർത്ഥം എന്ത്? ഏതാണ്? ആശ്രിതനായി കഴിയുക. ഓപ്ഷൻ ഡി ആണ്. സമാന പദം എഴുതാനാണ് ന്യൂനം. ഇതാണ് ഫസ്റ്റത്തേന് കുറവ്, രണ്ടാമത്തേന് നിശ്ചയം. ഓക്കെ, ഓപ്ഷൻ എ ആണ് ഉത്തരം. പുല്ലിംഗം സ്നുഷ. ഏതാണ്? ജാമാതാവ്. ഓക്കെ, സ്നുഷ എന്ന് പറയുന്ന മരുമോള്, ജാമാതാവ് എന്ന് പറയുന്ന മരുമോൻ. വാക്യം കണ്ടെത്തുക. വാക്യം ചേർത്ത് എഴുതുക. ഓക്കെ, ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നു. വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ല. ചേർത്ത് എഴുതുമ്പോൾ ആശയ്ക്ക് വിശക്കുന്നുണ്ടായിരുന്നുവെങ്കിലും വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ യാതൊന്നുമില്ലായിരുന്നു. ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത നമ്മളെ UP സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എക്സാമിൻ്റെ ക്വസ്റ്റ്യനും ആൻസേഴ്സാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇംഗ്ലീഷിൻ്റെ ചോദ്യവും മലയാളത്തിലെ ചോദ്യങ്ങളാണ് നോക്കുന്നത്. ഇതിലും ഇംഗ്ലീഷിൽ നമുക്ക് ഫസ്റ്റ് 2 ചോദ്യങ്ങളും വലിയ ഇമ്പോർട്ടൻ്റ് ഇല്ലാത്തതാണ്. കാരണം അവരുടേതായ പാരഗ്രാഫ് വെച്ചുള്ള ക്വസ്റ്റ്യൻസാണ്, നമുക്ക് ചോദിക്കാറില്ല. അടുത്ത ക്വസ്റ്റ്യനാണ് 83ാമത്തെ ചോദ്യം. ഇതും പാരഗ്രാഫിലുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ നമുക്ക് ഇതിൻ്റെ മീനിങ് കേൾക്കാറുണ്ട്. ഇഡിയം
ഇൻ ഹൈ സ്പിരിറ്റ്സ്. അതിൻ്റെ മീനിങ് എന്താണ്? മീനിങ് അല്ല, വൺ വേർഡ് ഫ്രേസ്. സജസ്റ്റ് വൺ വേർഡ് ഫോർ ദി ഫ്രേസ് ഇൻ ഹൈ സ്പിരിറ്റ്സ്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ജോയ്ഫുൾ ആണ്. ഇൻ ഹൈ സ്പിരിറ്റ്സ് ജോയ്ഫുൾ ആണ്. ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 84ാമത്തെ ചോദ്യമാണ്. നൈന വാസ് അമേസ്ഡ് ഡാഷ് ഹെർ ഔൺ സ്ട്രെങ്ത്. കറക്റ്റ് പ്രപ്പോസിഷൻ ഏതാണ്? നൈന വാസ് അമേസ്ഡ് ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, നൈന വാസ് അമേസ്ഡ് അറ്റ് ഹെർ ഔൺ സ്ട്രെങ്ത്. ഓക്കെ, അറ്റാണ്. അമേസ്ഡ് അറ്റാണ് വരേണ്ടത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അടുത്ത ചോദ്യമാണ് രജത് റാൻ ഡാഷ് ഇൻ ടു ദി ഗാർഡൻ. അവിടെ പറഞ്ഞ പ്രപ്പോസിഷൻ എന്നാണ്? ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, റാൻ ഔട്ടാണ്. ഓപ്ഷൻ സി റാൻ ഔട്ടാണ്. ഇത് PSC മുന്നേയും കേട്ടിട്ടുള്ള ചോദ്യമാണ് കേട്ടോ. രാജത് റാൻ ഔട്ട് ഇൻ ടു ദി ഗാർഡൻ. അടുത്ത ചോദ്യമാണ് ആൻ എറി സൗണ്ട് ഫ്ലോട്ടഡ് ഡാഷ് ദി എയർ. എന്താണ് എറി സൗണ്ട് എന്ന് പറയുന്നത്? വിചിത്രമായ. ഓക്കെ, എറി മീൻസ് വിചിത്രമായ. ആൻഡ് വിചിത്രമായ സൗണ്ട് ഫ്ലോട്ടഡ് ഡാഷ് ദി എയർ. ഏതാണ്? 86. ഓപ്ഷൻ എ ആണ്. ഓക്കെ, ആൻഡ് എറി സൗണ്ട് ഫ്ലോട്ടഡ് ഇൻ ദി എയർ. ഓപ്ഷൻ എ ആണ്. 86 ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യം കറക്റ്റ് സെൻറ്റൻസ് ആണ്. ടെൻസ് ഉപയോഗിച്ച് ഇഫ് യു ആർ എ പെയിൻറ്റർ. ഇഫ് യു ആർ എ പെയിൻറ്റർ. ഇഫ് ക്ലോസിൻ്റെ ആണ്. ഏതാണ്? യു മേ കം ഇൻ. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇഫ് യു ആർ എ പെയിൻറ്റർ. ഇഫ് യു ആർ എ പെയിൻറ്റർ യു മേ കം ഇൻ. ഇഫ് യു ആർ എ പെയിൻറ്റർ യു മേ കം ഇൻ. അടുത്ത ചോദ്യം വെനെവർ ഹി ഫൗണ്ട് ഹിംസെൽഫ് എലോൺ. വെനെവർ ഹി ഫൗണ്ട് ഹിംസെൽഫ് എലോൺ. ഏതാണ്? ഹി ഡ്രൂ കേറ്റ്സ്. ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, വെനെവർ ഹി ഫൗണ്ട് ഹിംസെൽഫ് എലോൺ ഹി ഡ്രൂ കേറ്റ്സ്. അണ്ടർലൈൻ്റെ വേർഡ് മീനിങ് എന്നാണ്? ഐ ഡിഡിൻറ്റ് വാണ്ട് ടു ഈവ്സ് ഡ്രോപ്പ്. ഐ ഡിഡിൻറ്റ് വാണ്ട് ടു ഈവ്സ് ഡ്രോപ്പ്. ഇതാണ് അതിൻ്റെ മീനിങ്. എന്തോന്നാണ് ഇത്? ചോർച്ച, അങ്ങനെ ഒരു മീനിങ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും രഹസ്യം ചോർന്നു പോകുക, ഒളിഞ്ഞു നിന്ന് കേൾക്കുക, അങ്ങനെയൊക്കെ ഒരു മീനിങ് ആണ്. അപ്പോൾ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ടു ലിസൺ സീക്രട്ട്ലി ഈവ്സ് ഡ്രോപ്പ്. അടുത്ത ചോദ്യമാണ് ഐ കുഡ് സീ ദാറ്റ് ഹി വാസ് ഫിഡ്ജറ്റിംഗ്. ഐ കുഡ് സീ ദാറ്റ് ഹി വാസ് ഫിഡ്ജറ്റിംഗ് എന്ന് പറഞ്ഞ മീനിങ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ബിഹേവിങ് നെർവസ്ലി ആൻഡ് റെസ്റ്റ്ലെസ്ലി. ഇതിൻ്റെ തന്നെ മലയാള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. യുനെസ്കോയുടെ സാഹിത്യ നഗര പദവി ലഭിച്ച ഇന്ത്യയിലെ ആദ്യ നഗരം ഏതെന്നാണ്? കറണ്ട് അഫേഴ്സിലും പറഞ്ഞതാണ്. അതുപോലെ തന്നെ നമ്മുടെ മലയാള ഭാഗത്തിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. കോഴിക്കോടാണ്. നമ്മുടെ കോഴിക്കോടാണ്. അടുത്ത് മലനാടു തമിഴിൽ സംസ്കൃതം ചെലുത്തിയ സ്വാധീനമാണ് ഇന്നത്തെ മലയാള ഭാഷയുടെ ഉൽപ്പത്തിക്ക് കാരണമെന്ന് ആദ്യമായി അവതരിപ്പിച്ച് സമർപ്പിച്ച ഭാഷാ പണ്ഡിതൻ ആരെന്നാണ്? ഇത്രയും ഡീപ്പായിട്ടൊന്നും നമ്മുടെ LDC പരീക്ഷകൾക്ക് ചോദിക്കാൻ സാധ്യതയില്ല. പക്ഷേ ഡിഗ്രി ലെവലിലൊക്കെ അഥവാ കേട്ട സാധ്യത ഉണ്ട്. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ക്വസ്റ്റ്യൻസ് നോക്കി വയ്ക്കുക. ഓപ്ഷൻ സി ആണ്. ഇളക്കുളം കുഞ്ഞൻ പിള്ളയാണ്. വിദ്യാഭ്യാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതെന്നാണ്? ഇത് അവരുടെ സ്പെഷ്യൽ ടോപ്പിക്കിലൊക്കെ പറഞ്ഞതാണ്. ഓപ്ഷൻ ബി ആണ്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കണം. കാഞ്ചനക്കൂട്ടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളി എന്ന് ഡോക്ടർ M ലീലാവതി വിശേഷിപ്പിച്ച കവി ആരെന്നാണ്? കാഞ്ചനക്കൂട്ടിൻ്റെ അഴികൾ കൊത്തിമുറിച്ച പഞ്ചവർണ്ണക്കിളി എന്ന് ഡോക്ടർ M ലീലാവതി വിശേഷിപ്പിച്ച കവി ഏതെന്നാണ്? ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, വള്ളത്തോളിനെയാണ് വിശേഷിപ്പിച്ചത്. അടുത്ത ചോദ്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ഒന്നല്ല. അടുത്തും വിടാം, സ്കിപ്പ് അടിക്കാം. അടുത്ത 97ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 2024 95ൻ്റെ ഉത്തരം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഓപ്ഷൻ എ ആണ്. 96ൻ്റെ ക്വസ്റ്റ്യൻ ഓപ്ഷൻ സി ആണ്. ഓക്കെ, 97ൻ്റെ ക്വസ്റ്റ്യൻ നോക്കാം. 2024 ഏപ്രിൽ മാസത്തിൽ പ്രസിദ്ധീകരണത്തിൻ്റെ 50ാം വാർഷികത്തിലെത്തിയ മലയാള നോവൽ ഏതെന്ന് കേട്ടതിൽ ഏതാണ്? പ്രസിദ്ധീകരണത്തിന് 50ാം വാർഷികം എത്തിയ ഓപ്ഷൻ ബി ആണ്. ഓക്കെ, മയ്യഴിപ്പുഴയുടെ തീരങ്ങളാണ്. ഓപ്ഷൻ ബി ആണ്. ഇങ്ങനെ കുറച്ച് കൃതികളുണ്ട്. അതായത് നമ്മുടെ ബഷീറിൻ്റെ തന്നെ ബാല്യകാല സഖി എത്ര വർഷമായി? 2024 ആയപ്പോൾ 80ാമത് ആനിവേഴ്സറി ആഘോഷമാണ്. ഓക്കെ, ബഷീറിൻ്റെ ബാല്യകാല സഖി. അതുപോലെ നമ്മുടെ തകഴിയുടെ ഏണിപ്പടികളുണ്ടല്ലോ, അത് 2024 ആയപ്പോൾ 60ാമത് ആനിവേഴ്സറി ആഘോഷിച്ചു. ഓക്കെ,
തകഴിയുടെ ഏണിപ്പടികൾ 2024 60 വർഷം തികയുന്നു. അതുപോലെ തന്നെ തകഴിയുടെ തന്നെ തോട്ടിയുടെ മകൻ അത് 2025 അടുത്ത വർഷം 50 വർഷം തികയും. ഓക്കെ, തോട്ടിയുടെ മകൻ തകഴിയുടേത് 2025 50 വർഷം തികയും. ബാല്യകാല സഖി പറഞ്ഞല്ലോ 2024 80 വർഷം. അതുപോലെ തന്നെ 2023 ബഷീറിൻ്റെ ഒരു കൃതി 50 വർഷം തികഞ്ഞിട്ടുണ്ട്. അതേതാണ്? ഓർമ്മയുടെ അറകൾ എന്ന കൃതിക്കാണ് 2023 50 വയസ്സ് തികഞ്ഞത്. ഓക്കെ, അപ്പം അത്രയും ജസ്റ്റ് ഒന്ന് നോക്കി വയ്ക്കണം. അടുത്ത ചോദ്യം 98ാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ ശരിയായവ ഏതെല്ലാം എന്നാണ്. ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓക്കെ, 2ഉം 3ഉമാണ്. യാദൃച്ഛികം നോക്കണം. അതേപോലെ വിമ്മിട്ടം. ഓക്കെ, വിമ്മിട്ടം യാദൃച്ഛികം. അടുത്ത് പ്രവൃത്തി, വൃത്തി ഇതാണ് പ്രവൃത്തി. ഓക്കെ, പ്രവൃത്തി. അതുപോലെ അടിമത്തം, ഓക്കെ, അടയാളങ്ങളൊന്നുമില്ല. അടിമത്തം ഇതാണ് അടിമത്തം. ഓക്കെ, അതുപോലെ യാദൃച്ഛികം ഈ ചായാണ് ആദൃച്ഛികം. വിമ്മിട്ടം. ഓക്കെ, ഓപ്ഷൻ സി ആണ് ഉത്തരം. അടുത്താണ് വാസന വികൃതി എന്ന ചെറുകഥ ആദ്യമായി പ്രസിദ്ധപ്പെടുത്തിയ ഏത് മാസികയിലാണ്? വാസന വികൃതി ഏതാണ്? വിദ്യാവിനോദിനിയിലാണ്. ഓപ്ഷൻ എ ആണ്. PSC കുറേ തവണ കേട്ടിട്ടുള്ളതാണ്. വാസന വികൃതി, വിദ്യാവിനോദിനി. ഇത് രചിച്ചതാരാണ്? വാസന വികൃതി രചിച്ചത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ്. ഓക്കെ, വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് വാസന വികൃതി രചിച്ചത്. വിദ്യാവിനോദിനി മാസികയിലാണ് ആദ്യമായിട്ട് വന്നത്. ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ആരൊക്കെയാണ്? പ്രധാന ക്യാരക്ടേഴ്സ് രാമൻ നായരാണ്. ഓക്കെ, ഫസ്റ്റ് രാമൻ നായർ, അതുപോലെ തന്നെ കല്യാണിക്കുട്ടി, രാമൻ നായർ, കല്യാണിക്കുട്ടി, ഇക്കണ്ടക്കുറുപ്പ്. ഒന്നുകൂടി പറഞ്ഞാൽ രാമൻ നായർ, കല്യാണിക്കുട്ടി, രാമൻ നായർ, ഇക്കണ്ടക്കുറുപ്പ് എന്നിവരാണ് വാസന വികൃതിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. രാമൻ നായർ, കല്യാണിക്കുട്ടി, ഇക്കണ്ടക്കുറുപ്പ്, കല്യാണിക്കുട്ടി, രാമൻ നായരാണ് വാസന വികൃതിയിലെ പ്രധാന കഥാപാത്രങ്ങൾ. അടുത്ത് പെൺമണി വന്ദനം കണ്ടാൽ വെൺമതി രണ്ടെന്ന് മേവിടുന്ന മനം ഉണ്മ നനച്ചിതല്ലോ വെണ്മ തിരണ്ടെന്ന് മേവിടും നമനം. ഓക്കെ, നമനം. അലങ്കാരം ഏതെന്നാണ്? അവരെയൊക്കെ സ്പെഷ്യൽ ടോപ്പിക്കിലേക്ക് പറഞ്ഞാണ് യമകം. ഓക്കെ, അത്രയ്ക്ക് ഡീപ്പായിട്ടൊന്നും നമുക്ക് കേൾക്കാറില്ല, സ്കിപ്പ് അടിച്ചാൽ മതി. നമ്മുടെ വുമൺ CPO എക്സാമിൻ്റെ ക്വസ്റ്റ്യനും ആൻസേഴ്സാണ് നമ്മൾ നോക്കുന്നത്. ഇംഗ്ലീഷ്, മലയാളം ഫൈനലിക്ക് പ്രകാരമുള്ള ആൻസേഴ്സാണ്. ഫസ്റ്റ് ചോദ്യമാണ് കംപ്ലീറ്റ് ദി ക്ലോസ് സ്യൂട്ടബിളി. ഇഫ് ഐ ഹാഡ് അറ്റൻഡഡ് ദി വെഡ്ഡിങ് ഐ ഡാഷ്. ഏതാണ്? ശ്രദ്ധിക്കണം, ഹേഡ് പ്ലസ് V3 വന്നു. അപ്പോൾ ഹേഡ് പ്ലസ് V3 വന്നു കഴിഞ്ഞാൽ വുഡ് ഹാവ് പ്ലസ് അല്ലെങ്കിൽ കുഡ് ഹാവ് പ്ലസ് V3 ആണ്. ഓപ്ഷൻ എ ആണ്. കുഡ് ഹാവ് മെറ്റ് ഐ ഹിം. ഇവിടെ കുഡ് ഹാവ്, ഇവിടെയും കുഡ് ഹാവ് വന്നിട്ടുണ്ട്. പക്ഷേ എന്താണ്? ഹാവ് പ്ലസ് കഴിഞ്ഞിട്ട് എന്താണ്? V3 ആണ് വരാളെ. V3 ഫോം മെറ്റ് ഇവിടെ മാത്രമേ ഉള്ളൂ. ഇവിടെ മീറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് വരില്ല. അപ്പോൾ ഓപ്ഷൻ എ ആണ്. അടുത്ത ചോദ്യമാണ് ഐഡൻറ്റിഫൈ ദി കറക്റ്റ്ലി സ്പെൽഡ് വേർഡ് ഫ്രം ദി ഫോളോയിങ്. കൊളീഗ് കറക്റ്റ്ലി സ്പെല്ലിംഗ് ഏതാണ്? ഏതാണ്? കോൾ ലീഗാണ്. LEAGUE ഒക്കെ ഡബിൾ L വരും. ഓപ്ഷൻ സി ആണ് കൊളീഗ്. ഓപ്ഷൻ സി ആണ് COLLEAGUE. ഓക്കെ, അടുത്ത ചോദ്യമാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് അപ്രോപ്രിയേറ്റ് ഫ്രേസൽ വെർബ്. ദ മാച്ച് ഹാസ് ബീൻ ഡാഷ് ഡ്യൂ ടു ദി ബാഡ് വെതർ. ഏതാണ്? കാൾ ഓഫ്. ഓക്കെ, ഓപ്ഷൻ ബി കാൾ ഓഫ് ആണ്. ഓക്കെ, ദ മാച്ച് ഹാസ് ബീൻ കാൾഡ് ഓഫ് ഡ്യൂ ടു ദി ബാഡ് വെതർ. കാൾഡ് അറ്റ് അഥവാ കാളറ്റിൻ്റെ മീനിങ് എന്തോന്നാണ്? കാളറ്റ് വിസിറ്റ് എ പ്ലേസ്, ഏതെങ്കിലും ഒരു പ്ലേസിനെ ഏതെങ്കിലും ഒരു സ്ഥലത്തെ വിസിറ്റ് ചെയ്യുന്നതാണ് കാളറ്റ്. കാൾ ഓൺ വന്നു തന്നെ ഏതാണ്? വിസിറ്റ് എ പേഴ്സൺ. ഓക്കെ, വിസിറ്റ് എ പേഴ്സൺ കാൾ ഓൺ. കാളറ്റ് വിസിറ്റ് എ പ്ലേസ്, കാൾ ഓൺ വിസിറ്റ് എ പേഴ്സൺ. കാൾഡ് ഓഫ് എന്ന് വെച്ചാൽ എന്താണ്? ക്യാൻസൽ സംതിങ്. ഓക്കെ, ദ മാച്ച് ഹാസ് ബീൻ ക്യാൻസൽഡ് ഡ്യൂ ടു ദി ബാഡ് വെതർ കാരണം മാച്ച് ക്യാൻസലാക്കി. അതാണ് കാൾഡ് ഓഫ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കാൾ ഓഫ്. ഓക്കെ, അതിൻ്റെ പാസ്റ്റാണ് കാൾഡ് ഓഫ്. അടുത്ത് കാൾഡ് എവേ. 64ാമത്തെ ചോദ്യം ഹി യൂഷ്വലി ഡാഷ് ടു ഓഫീസ് ബൈ ബസ്. ഹി യൂഷ്വലി ഇതാണ് ഗോസ് ടു. ഓക്കെ, യൂഷ്വലി ഗോസ് ടു ഓഫീസ് ബൈ ബസ്. അടുത്ത ചോദ്യമാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക് യൂസിങ് കറക്റ്റ് വെർബ്.
ദ കട്ട്ലറി ഐ ബോട്ട് എസ്റ്റർഡേ ഡാഷ് ക്വയറ്റ് എക്സ്പെൻസീവ്. ഏതാണ് ഒട്ടുമിക്കവരും തെറ്റിക്കണയാണ്. ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, ഓപ്ഷൻ ഈസ് ആണ്. ദ കട്ട്ലറി ഐ ബോട്ട് എസ്റ്റർഡേ ഈസ് ക്വയറ്റ് എക്സ്പെൻസീവ്. ഇവിടെ നോക്കേണ്ടത് നമ്മൾ എസ്റ്റർഡേ എന്ന കീവേഡ് നോക്കുമ്പോൾ എന്താണ് പാസ്റ്റ് ടെൻസ് എന്ന് വിചാരിക്കും. അപ്പം എന്താണ് എസ്റ്റർഡേ വരുമ്പോൾ എന്താണ് പാസ്റ്റ് ടെൻസിൽ ഉപയോഗിക്കേണ്ടത്. പക്ഷേ നിങ്ങൾ ഓർക്കണം, ഇവിടെ പാസ്റ്റ് ടെൻസ് തന്നെയാണ് എസ്റ്റർഡേയുടെ ഉപയോഗിച്ചിരിക്കുന്നത്. എസ്റ്റർഡേ പറഞ്ഞാൽ ഏതാണ്? ഐ ബോട്ട് എസ്റ്റർഡേ. ഈ സെൻറ്റൻസിൻ്റെ ഫുൾ എന്ന് പറയുന്നത് ദ കട്ട്ലറി ദാറ്റ് ഐ ബോട്ട് എസ്റ്റർഡേ ഈസ് ക്വയറ്റ് എക്സ്പെൻസീവ്. ഓക്കെ, അങ്ങനെയാണ് വരേണ്ടത്. ഇവിടെ ഐ വന്നുകൊണ്ടാണ് ദാറ്റ് ഉപയോഗിക്കാത്തത്, നോർമലായി എഴുതാത്തത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ മീനിങ് ഫുൾ സെൻറ്റൻസ് എന്ന് പറയുന്നത് ദ കട്ട്ലറി ദാറ്റ് ഐ ബോട്ട് എസ്റ്റർഡേ ഈസ് ക്വയറ്റ് എക്സ്പെൻസീവ് എന്നാണ്. അപ്പോൾ ഇവിടെ ദ കട്ട്ലറി ദാറ്റ് അതിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നതാണ് ഐ ബോട്ട് എസ്റ്റർഡേ. അതായത് ഐ ബോട്ട് എസ്റ്റർഡേ എന്ന് പറയുന്നത് ഒരു എന്താണ് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്, അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് ക്ലോസ് ആണ്. ദ കട്ട്ലറീനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ അതിനെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു റിലേറ്റീവ് ക്ലോസ് ആണ് ഐ ബോട്ട് എസ്റ്റർഡേ. ഈ റിലേറ്റീവ് ക്ലോസ് എന്താണ്? എസ്റ്റർഡേ, ഐ ബോട്ട് എസ്റ്റർഡേ ആണ് റിലേറ്റീവ് ക്ലോസ്. ഇത് പാസ്റ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ മെയിൻ ക്ലോസും പാസ്റ്റായി ഉപയോഗിക്കണമെന്ന് ഒരു നിബന്ധനയും ഇല്ല. ഓക്കെ, ഒരു നിബന്ധനയും ഇല്ല. ഐ ബോട്ട് എസ്റ്റർഡേ ഇത് എന്താണ് റിലേറ്റീവ് ക്ലോസ് ആണ്, അഥവാ എന്താണ് അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. കട്ട്ലറിയെ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഒരു റിലേറ്റീവ് ക്ലോസ് ആണ് ഐ ബോട്ട് എസ്റ്റർഡേ. അപ്പം എസ്റ്റർഡേ എന്ന് പറയുന്നത് പാസ്റ്റ് ആണ്. അപ്പം അഡ്ജക്റ്റീവ് ക്ലോസ് അഥവാ റിലേറ്റീവ് ക്ലോസ് പാസ്റ്റ് ആയതുകൊണ്ട് അതിൻ്റെ മെയിൻ ക്ലോസും പാസ്റ്റ് തന്നെ ഉപയോഗിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അതായത് മെയിൻ ക്ലോസ് ഏതാണ്? ദ കട്ട്ലറി ഈസ് ഐ ബോട്ട് എസ്റ്റർഡേ ഈസ് ക്വയറ്റ് എക്സ്പെൻസീവ്. ഇതാണ് മെയിൻ ക്ലോസ്. അതായത് പൂർണ്ണമായിട്ട് അർത്ഥം കിട്ടുന്ന ഒരു സെൻറ്റൻസ് ഇതാണ്. ദ കട്ട്ലറി ഈസ് ക്വയറ്റ് എക്സ്പെൻസീവ്. ഐ ബോട്ട് എസ്റ്റർഡേ എന്ന് പറയുന്ന ഒരു എന്താണ്? ഒരു റിലേറ്റീവ് ക്ലോസ് ആണ്, അഥവാ ഒരു അഡ്ജക്റ്റീവ് ക്ലോസ് ആണ്. അതുകൊണ്ട് വിശേഷണാത്മകമായി ഉപയോഗിക്കുന്നതാണ് ഐ ബോട്ട് എസ്റ്റർഡേ. പക്ഷേ ദി കട്ട്ലറി ഈസ് ക്വയറ്റ് എക്സ്പെൻസീവ് അതാണ് മെയിൻ ക്ലോസ്. അതായത് അഡ്ജക്റ്റീവ് ക്ലോസ് എന്താണ് പാസ്റ്റ് ആണെങ്കിൽ അതേപോലെ മെയിൻ ക്ലോസും പാസ്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. ദ കട്ട്ലറി എന്ന് പറയുന്നത് എന്താണ്? സിംഗുലർ ആണ്. ഓക്കെ, സിംഗുലർ ആയതുകൊണ്ട് ഈസിയായി വരാൻ ഉപയോഗിക്കാൻ പറ്റും. കാരണം ബാക്കിയെല്ലാം എന്താണ്? പ്ലൂറലാണ്. ആറ്, ഹേവ്, വെയർ ഇതെല്ലാം പ്ലൂറലാണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി. ഓക്കെ, ഈസ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. 65 ഓപ്ഷൻ ഡി ആണ്. 66 വിച്ച് എമംഗ് ഓഫ് ദി ഫോളോയിങ് ഈസ് അഡ്ജക്റ്റീവ്. അഡ്ജക്റ്റീവ് ഏതെന്നാണ്? ഏതാണ് അഡ്ജക്റ്റീവ്? ഓപ്ഷൻ ബി ആണ്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. സമൺ ഹാസ് ആസ്ക്ഡ് ജോൺ ടു മേക്ക് എ സ്പീച്ച് അറ്റ് മീറ്റിംഗ്. പാസീവ് വോയിസ് ചെയ്താൽ ഏതാണ്? 67 ഓപ്ഷൻ സി ആണ്. ഓക്കെ, ജോൺ ഹാസ് ബീൻ ആസ്ക്ഡ് ടു മേക്ക് എ സ്പീച്ച് അറ്റ് മീറ്റിംഗ്സ് ബൈ സം വൺ. എങ്ങനെയാണ്? സിമ്പിളാണ്. അത് ഇവിടെ ഹാസ് വന്നിട്ടുണ്ട്, ഹാസ് പ്ലസ് V3 വന്നിട്ടുണ്ട്. ഹാസ്, ഹാവ്, ഹാഡ് ഇതൊക്കെ എന്താണ് പാസീവ് വോയിസിലോട്ട് മാറ്റാൻ എന്താണ്? ഹാസ് ബീൻ പ്ലസ് V3, ഹാവ് ബീൻ പ്ലസ് V3 അങ്ങനെ നോക്കിയാൽ. അപ്പോൾ ഓപ്ഷൻ സി മാത്രമേ ഉള്ളൂ. 68 പിക്ക് ഔട്ട് ദി വേർഡ് ഫ്രം ദി ഓപ്ഷൻസ് വിച്ച് മീൻസ് ടു സ്വെയർ ഫാൾസ്ലി. കള്ളസത്യം ഇതാണ് ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഓപ്ഷൻ എ ആണ്. പെർജുവർ എന്താണ്? കള്ളസത്യം ചെയ്യുക എന്നാണ് മീനിങ്. അടുത്ത ചോദ്യം, ചൂസ് ദി അപ്രോപ്രിയേറ്റ് ക്വസ്റ്റ്യൻ ടാഗ്. ലെറ്റ്സ് ഗോ ഫോർ എ മൂവി. ലെറ്റ്സ് ഗോ ഫോർ എ കുറേ തവണ പറഞ്ഞിട്ടുണ്ട്. ലെറ്റ്സ് വന്നു കഴിഞ്ഞാൽ ഷാൾ ബി. ഓക്കെ, അടുത്ത ചോദ്യം, വിച്ച് എമംഗ് ദി ഫോളോയിങ് ഈസ് എ സിനോണിമം ഫോർ ദി വേർഡ് പെൻസീവ്. ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ,